ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും മലസ് മേപ്പിൾ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു വേളാങ്കണ്ണി ട്രിപ്പാണ്. ഇന്ന് നമ്മൾ ഫാമിലി ഒന്നിച്ച് വേളാങ്കണ്ണിക്ക് പോവുകയാണ്. ജസ്റ്റ് വേളാങ്കണ്ണി ട്രിപ്പ് മാത്രം. നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഫാമിലിയും സ്റ്റിഗിലെ ഫാമിലിയും ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോർ ദാൻ 1.5 ഇയർ ആയി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു 2022 ഓണത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തത് ലാസ്റ്റായിട്ട്. അതിനുശേഷം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. വേറൊന്നുമല്ല, മടിയായിരുന്നു. അതേസമയം ജോലി തിരക്കും PR സ്ട്രെസ്സും എല്ലാം കാരണമാണ് വീഡിയോ ഡിലേ ആയത്. ഈ 1.5 വർഷത്തിൽ നമുക്ക് സെക്കൻഡ് ബേബി വന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ ക്ലിപ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ തിരക്ക് കാരണം എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ സമയം എത്ര മണിയാണ്? ഒരു 8:30-9 മണിയായി കാണും. നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 4:30 ആയി. വൈകിട്ട് 4:30 ഇറങ്ങി നമ്മൾ അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ ചെന്നിട്ടാണ് നമ്മൾ ബസ്സിൽ കയറിയത്. ഒരു 5:30 കൂടി നമ്മൾ ബസ്സിൽ കയറി കാണും. അത് കഴിഞ്ഞിട്ടൊരു 6:30-7 മണി ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. അതിനുശേഷം ഇപ്പോൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മളിതേ ഇപ്പോൾ എല്ലാവരും തിരിച്ച് ബസ്സിൽ കയറാൻ പോവുകയാണ്. യാത്ര ചെയ്യുന്ന ബസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടെ ഒരു ഹൈ ക്ലാസ് ബസ്സായിരുന്നു. ബിലോ ആവറേജ് ആണ്. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ രാത്രി മൂവിയൊക്കെ പ്ലേ ചെയ്ത് വേളാങ്കണ്ണി എത്തിയപ്പോൾ വെളുപ്പിന് 5:30-6 മണിയായി. റൂംസ് എല്ലാം ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന ഉടനെ തന്നെ നമുക്ക് കീ കളക്ട് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. വെയിലായതുകൊണ്ടും നമുക്കൊരു കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ടും കുറച്ചുപേര് ഓട്ടോയിലും കുറച്ചുപേര് നടന്നാണ് പള്ളിയിലെത്തിയത്. അങ്ങനെ നമ്മളെല്ലാവരും 9:30-ക്കുള്ള മലയാളം മാസമാണ് കൂടിയത്. അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫാമിലി ഒന്നിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ചൂട് നിങ്ങൾക്കറിയാലോ. നമ്മുടെ നാട്ടിലേക്കാളും എക്സ്ട്രീം ചൂടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീം കഴിക്കാനും വേണ്ട ഓരോരോ കാരണങ്ങൾ. അങ്ങനെ ചൂടെന്നുള്ള കാരണം കൊണ്ട് ഐസ്ക്രീം 1ആയി 2ആയി 3ൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഐസ്ക്രീം കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് ഓട്ടോയ്ക്ക് തന്നെ കേട്ടോ പോയത്. നടന്നു പോകാനുള്ള മാനസികാവസ്ഥയൊന്നും ആർക്കും ഉണ്ടായില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റിച്ചസ്റ്റ് പീപ്പിൾ ഓട്ടോ ഡ്രൈവേഴ്സ് ആയിരിക്കും. കാരണം അവർ ഇഷ്ടമുള്ള എമൗണ്ടാണ് അവർ ചാർജ് ചെയ്യുക. അങ്ങനെ മീറ്റർ ചാർജോ അങ്ങനെ ഒന്നുമില്ല. അവർക്ക് തോന്നുന്ന പൈസ അവർ മേടിക്കും. പിന്നെ നമ്മളുടെ നാടല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും മിണ്ടാതെ കണ്ണും പൂട്ടി അങ്ങ് പൈസ കൊടുക്കുകയും ചെയ്യും. ഒരു 12:30 നമ്മൾ റൂമിൽ തിരിച്ചെത്തി. ഇനി ബാക്കി കറക്കം ഉച്ച ഭക്ഷണത്തിന് ശേഷവും ഒരു മയക്കത്തിന് ശേഷമാണെന്ന് വിചാരിച്ചു. രാവിലത്തെ ഫുഡ് ഇത്തിരി ഫ്ലോപ്പായിരുന്നു കേട്ടോ. പക്ഷേ അതെല്ലാം പരിഗണിച്ച് അവർ ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് അടിപൊളിയാക്കി തന്നു. അങ്ങനെ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 5:30 പള്ളിയിൽ പോകാൻ ഇറങ്ങിയിട്ടോ. ഈ സമയത്ത് ഇറങ്ങി നടക്കാൻ നല്ലൊരു അടിപൊളി ഫീലാണ്. രാവിലത്തെ പോലെ അത്ര ചൂടോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പള്ളിയിൽ കയറി നേർച്ചയൊക്കെ നിറവേറ്റി. ഇനി നമ്മളെ അടുത്ത കലാപരിപാടി നമ്മുടെ കുഞ്ഞുമക്കളുടെ മുടി മൊട്ടയടിക്കലാണ്. നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശവും അതുതന്നെയായിരുന്നു. എലൂസിൻ്റെ മുടി മൊട്ടയടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്നാട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. എലൂസ് ഭയങ്കര കൂളായിരുന്നു. നമ്മൾ പറയണ പോലെയൊക്കെ ആൾ സഹകരിച്ചിരുന്ന് ആളുടെ മുടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രിം ചെയ്തെടുത്തു. പക്ഷേ കുഞ്ഞിൻ്റെ മുടി വെട്ടിയപ്പോൾ ഭയങ്കര വിഷമായി. കാരണം ആൾ ഭയങ്കര കരച്ചിലും ബഹളവും, ആൾക്ക് വിശന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു തോന്നുന്നു. അങ്ങനെ 2ആളുടെ മുടിയും ട്രിം ചെയ്തു, ചന്ദനമൊക്കെ തേച്ചു. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു രീതി. അങ്ങനെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇവിടെ വന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സമയമായിട്ട് എനിക്ക് തോന്നിയത് മോർണിംഗ് ഫ്രം 6 till 9 പിന്നെ ഈവനിങ് ആഫ്റ്റർ 4 അടിപൊളി ക്ലൈമറ്റും ആണ്, അത്ര ചൂടുമില്ല. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ മോർണിംഗ് ആണ് നമുക്ക് അവിടെ നിന്നുള്ള റിട്ടേൺ. നമ്മൾ 6:30-ക്കുള്ള കുർബാനയൊക്കെ കൂടി ഒരു 7:30-8 ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് വണ്ടിയിൽ കയറുകയായിരുന്നു.
മോർണിംഗ് 9:30 കൂടി എല്ലാവരും ബസ്സിൽ കയറി. ഒരു 9:40 ഒക്കെ ആയപ്പോഴേക്കും ബസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അവിടെ നിന്ന്. എന്നിട്ട് പിന്നെ ഒരു 11:30, 12 ഒക്കെ ആയപ്പോഴേക്കും ഒരു വാഷ്റൂം ബ്രേക്കിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തി തന്നു. അങ്ങനെ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം ഒരു ചായയും കോഫിയും ഐസ്ക്രീമൊക്കെ മേടിച്ച് തിരിച്ച് ബസ്സിൽ കയറി. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവരൊരു ഗ്യാസ് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി കറികളുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കറിയുടെ ആവശ്യമുണ്ടാകുന്ന വെച്ചാൽ ആവശ്യമില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീണ്ടും തിരിച്ച് വണ്ടിയിലേക്ക് ഒരു ഉച്ചമയക്കം പാസ്സാക്കാൻ. അങ്ങനെ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം വൈകിട്ടൊരു 5 മണിയോടുകൂടി ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തി തന്നു. എല്ലാവരും ചായയും മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയനും ഫലൂഡയായിട്ട് ഓർഡർ ചെയ്തത്. പേടിയുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, പക്ഷേ സംഭവം കുഴപ്പമില്ല. അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരു 9:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മളുടെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് നമ്മളുടെ വേളാങ്കണ്ണി വിശേഷം. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.